ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവൽ ഈറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒരേപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനുവേണ്ട ഐറ്റംസ് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവലാണ്. അവൽ നമ്മളിവിടെ ഒരു 1/2 കിലോ അവലെടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ ശർക്കര നമ്മൾ ഉരുക്കി പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 20 ഗ്രാം വെച്ച് കശുവണ്ടിയും അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 ഗ്രാം ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. നമ്മുടെ മെയിൻ ഐറ്റം അവലാണ്. പിന്നെ വേണ്ടത് ഒരു 200 ഗ്രാം തേങ്ങ വറുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു 300 ഗ്രാം ഏത്തപ്പഴം വറുത്താണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ എള്ള് നമുക്ക് വേണം. പിന്നെ ഒരു 20 രൂപയുടെ പാക്കറ്റ്, അതായത് ഒരു 20 ഗ്രാം വെച്ചുണ്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി. പിന്നെ ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത് ഒരു 20 ഗ്രാം. പിന്നെ ഒരു 1/4 കിലോ ശർക്കര കുറച്ച് വെള്ളമൊഴിച്ച് പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പലഹാരം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അവൽ ഉപയോഗിച്ചാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവലാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം നെയ്യാണ് നമ്മൾ മൊത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പകുതി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ഏത്തപ്പഴം നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഏത്തപ്പഴം നെയ്യിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് വറുത്തെടുക്കണ്ട, കുറച്ചൊന്ന് ആ ഒരു കളർ മാറി തന്നെ വരെ ഒന്ന് നെയ്യിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് വറുത്ത് എടുത്തതിന് ശേഷം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റം ചേർക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പഴം വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവർ നമ്മൾ ചേർത്തിട്ടുണ്ട്. നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങോട്ടേക്ക് വേണം. അപ്പോൾ നമ്മുടെ അവൽ ഇതാ നെയ്യിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊന്ന് നെയ്യ് കിടന്ന് നല്ല ചൂടായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം ചേർക്കണം. നമ്മൾ അടുത്ത ചേർക്കണേ വൈറ്റ് കളർ എള്ളാണ് ചേർക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു 20-30 ഗ്രാം എള്ള എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചേർക്കുവാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് അടുത്ത ഐറ്റം ശർക്കരപ്പാനി ഒഴിക്കേണ്ടത്. നമ്മളൊരു 1/4 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീ പതിയെ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ചേർത്തേക്കണേ അവൽ ചേർത്തിട്ടുണ്ട്, എള്ള് ചേർത്തിട്ടുണ്ട്, ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്, നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത്രയായിട്ടാണ് ഇപ്പോൾ ചേർത്തേക്കണേ. നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ നേരത്തെ വറുത്ത് വെച്ച പഴം 300 ഗ്രാം പഴമാണ് നമ്മൾ ചേർക്കണേ. നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ പഴം കൂടെ ഇട്ട് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ അവലുമായിട്ട് യോജിപ്പിച്ചു. ഇനി അടുത്തതൊരു 150-200 ഗ്രാമോളം ഉണ്ടാവും. ഒരു അരമുറി തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. വറുത്ത് വെച്ച തേങ്ങ കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഇല്ലാതിരുന്നപ്പോഴും നമുക്ക് പുതിയ ആളുകൾ സപ്പോർട്ടായിട്ട് എത്തി സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ പലഹാരം, അതായത് അവൽ വിളയിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന്, അപ്പോൾ അത് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നമ്മൾ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയതാണ്. നമ്മളിതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അത് ഈ നമ്മൾ ശർക്കര പാലിൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിന് ഹാർഡാവാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയാനും കുറച്ച് സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനൊക്കെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഒരു തേങ്ങയുടെ 1/4 പാൽ എന്നുള്ള രീതിയിലാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് കുറുകി തന്നെ ഇനി ചെറിയ തീയിലിരുന്ന് ഇതിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ അവൽ കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ മറ്റേ ശർക്കരപ്പാനി ഒഴിച്ചതിൻ്റെ ഒരു ഹാർഡ്നെസ്സും ആ ഒരു കട്ടിപ്പൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടും. അതിനും കൂടെ വേണ്ടിയിട്ടും ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ആദ്യം ഇവിടെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മളിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 ഗ്രാം വെച്ചാൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നമ്മളത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഏലക്കായും ജീരകം കൂടെ പൊടിച്ച് വെച്ചേക്കണതാണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിട്ടുണ്ട്. ഇനി അതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് ചെയ്യും. അപ്പം നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെയ്യുടെ കുപ്പിയിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. ആ നെയ്യും കൂടെ ഫൈനൽ ടച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. വീട്ടിൽ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാണിത്. ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു സമയത്ത് ഇത് ഓഫ് ചെയ്യുന്ന കാര്യം അതാണ്. അപ്പോൾ നമ്മുടെ അവൽ തേങ്ങാപ്പാലിൽ വിളയിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിനകത്ത് ചേർന്നേക്കുന്നതെല്ലാം പോഷക ഗുണമുള്ള സാധനങ്ങൾ. അവലാണെങ്കിലും ഏത്തപ്പഴവും നെയ്യും വെള്ള കളറുള്ളും പിന്നെ ഈ പറഞ്ഞ തേങ്ങാപ്പാലും ശർക്കരയും. നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചും ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ഈ പറഞ്ഞ ശർക്കര ഉപയോഗിക്കുമ്പോഴാണ്. പിന്നെ ആരോഗ്യപരമായിട്ടും നല്ലത് ശർക്കര തന്നെയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലത് ശർക്കര തന്നെയാണ്. ഇവിടെ നമ്മൾ ജോനൂട്ടൻ ആദ്യം ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഐറ്റം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരുപാട് നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് നമ്മൾ യാത്രാ വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ ആ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.